ഇന്ന് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ പേടിച്ചിരിക്കുകയാണോ, പേടിയുള്ളവരാകുക, മടിയുള്ളവരാകുക, ആങ്സൈറ്റി, ടെൻഷൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഡീപ്പ് ബ്രീത്തിങ്ങിലൂടെ തന്നെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപായി നിങ്ങളെല്ലാവരെയും RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ജീവിതത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ പോരാ, എനിക്കും ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെ അറിയണം, എനിക്ക് സമാധാനത്തോടു കൂടി നല്ല പ്രോസ്പെരിറ്റിയോടു കൂടി ജീവിക്കണമെന്ന് നല്ല പോലെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വരുവാനായിട്ട്, അങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈഫ് കോച്ചിങ് ട്രെയിനിങ് നിങ്ങൾ എടുക്കുക തന്നെ വേണം. അതിനായി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ RJ's മൈൻഡ് പവർ ട്രെയിനിങ്ങുമായി കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ അറിയുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഡീപ്പ് ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള കാര്യത്തിലേക്ക് കടക്കാം. അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറോ 3 മണിക്കൂറോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക. വയറിങ്ങനെ വീർത്ത് വരുന്ന പോലെ ഡീപ്പ് ബ്രീത്തിങ് ശരിയാണോ എന്നറിയാനായിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത്, ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് കൈ വയറിൻ്റെ അവിടെ വയ്ക്കുമ്പോൾ വയറ് വീർത്ത് വരുന്നത് പോലെ അനുഭവപ്പെടണം. എങ്കിലാണ് അത് ശരിയായിട്ടുള്ള ബ്രീത്തിങ് എന്ന് പറയുന്നത്. അങ്ങനെ വയറ് നിറയെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പതുക്കെ ശ്വാസം മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് വിടുക. അതാണ് ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത്. അങ്ങനെ പല പ്രാവശ്യം നട്ടെല്ല് നിവർന്ന് ഇരുന്നു കൊണ്ട് പല പ്രാവശ്യം ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എനർജി ലെവലിൽ വളരെയധികം മാറ്റം വരുന്നതായി കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രാണ ഊർജത്തെയാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. എത്ര നല്ലപോലെ ഇൻഹെയിൽ ചെയ്യുന്നുവോ അത്രത്തോളം പ്രാണ ഊർജത്തെയാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ 5 തരത്തിലുള്ള വായു ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രാണവായു, സമാനവായു, അപാനവായു, ഉഡാനവായു, വ്യാനവായു, ഇതാണുള്ളത്. പ്രാണവായു ഹാർട്ടിൻ്റെ ഭാഗം വരെ, പിന്നെ അതിന് താഴെയായിട്ട് വയറിൻ്റെ ആ ഭാഗത്തായി സമാനവായു, പിന്നെ അതിന് താഴെയായി അപാനവായു, തൊണ്ടയുടെ ഭാഗത്ത് ഉഡാനവായു, ശരീരം മുഴുവനും വ്യാപിച്ചുകൊണ്ട് വ്യാനവായു. അങ്ങനെ 5 തരത്തിലുള്ള പഞ്ചപ്രാണനാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് പ്രാണവായു ഹാർട്ട് വരെയാണ് എത്തുക. പ്രാണവായു കഴിഞ്ഞാൽ എന്നിട്ട് അതെന്ത് ചെയ്യും, അത് സമാനവായു, അതിന് താഴെയുള്ള സമാനവായുവുമായി കൂടി ചേർന്നിട്ട് അപാനവായു ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അവിടെ നിന്നും എനർജിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മുടെ നാഡി ഉണ്ടല്ലോ, നമ്മുടെ നാഭി അവിടെ നിന്ന് ധാരാളം നാഡികൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ നാഡിയിലൂടെയാണ് എന്ത് വരുന്നത്, എനർജിയെ മുകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് ഈ നാഡിയിലൂടെയാണ്. കുണ്ടലിനി എനർജി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ നാഡിയിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ശരീരം മുഴുവനും ഇങ്ങനെ പരക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഊർജം അനുഭവപ്പെടും. ഈ ഊർജം മുകളിൽ വന്നിട്ട് ഉഡാനവായു, അതായത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്താണുള്ളത്, ആ ഉഡാനവായുമായി കൂടിച്ചേരും. അവിടെ നിന്ന് ഈ എനർജിയെ എവിടേക്ക് എത്തും, ഭ്രൂമധ്യത്തിൽ എത്തും. ഭ്രൂമധ്യം, അതായത് നമ്മുടെ പുരികങ്ങൾക്ക് ഇടയിലായിട്ടുള്ള ഒരു ഉള്ളിലേക്ക് നോക്കുക, അവിടെയാണ് ഈ ഭ്രൂമധ്യം എന്ന് പറയുന്നത്. അവിടേക്ക് ആ എനർജി എത്തണം. എത്രത്തോളം ഭ്രൂമധ്യത്തിലേക്ക് ആ എനർജി എത്തുന്നോ അത്രത്തോളം നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആകുമെന്നാണ് പറയുന്നത്. എത്രത്തോളം, അതായത് ശിവനുമായി കൂടിച്ചേർന്നു, അതാണ് പറയുന്നത്. ശിവദേവനിൽ അത് എത്തിച്ചേർന്നു എന്നാണ് പറയുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ അതിൻ്റെ ആ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് പറയുന്നത്. എനർജി ശിവനുമായി കൂടിച്ചേർന്നു, അപ്പോൾ ആ യൂണിയൻ ഉണ്ടായി എന്ന് പറയുന്നത്.
അപ്പോൾ അതായത് നമ്മളെ ഫ്രണ്ടൽ ലോബിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പെർസെപ്ഷൻ, നമ്മൾക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് തന്നെ നമ്മുടെ മാറിപ്പോകും, നല്ലപോലെ എനർജി പ്രവാഹം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല പോലെ നമ്മൾ ഇൻഹെയിൽ ചെയ്യണം, അതേപോലെ എക്സെയിൽ ചെയ്യും വേണമെന്ന്. ഇൻഹെയിൽ നല്ലപോലെ നല്ല ദീർഘശ്വാസം എടുക്കുമ്പോൾ ആ എനർജി നമ്മുടെ ഭ്രൂമധ്യത്തിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുകയും നമ്മൾ ഹയർ എനർജി ലെവലിലേക്ക് മാറുകയും അങ്ങനെ ഹയർ എനർജി ലെവലിലുള്ള നല്ല നല്ല കാര്യത്തെ, നല്ല പ്രോസ്പെരിറ്റിയെയും ആരോഗ്യത്തെയും ഒക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ ആ എനർജി ലെവൽ, അതായത് ഹൈ ഫ്രീക്വൻസി ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ പേടി മാറും, മടി മാറും, നമുക്ക് ഇല്ലാത്ത എല്ലാ വികാരങ്ങളും തന്നെ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നല്ലപോലെ ഇൻഹെയിൽ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നുണ്ടാവുക? നമ്മുടെ പ്രാണവായു ഹാർട്ടിൻ്റെ അവിടെ വരെ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ അത് സമാനവായുവുമായി കൂടിച്ചേരില്ല, അപാനവായു അപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ അപാനവായു ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും? നല്ല ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, രോഗങ്ങൾ, അങ്ങനെയെല്ലാം നമ്മളിലേക്ക് വരും അല്ലേ? അപാനവായുവാണ് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിനെല്ലാം പുറന്തള്ളിക്കളയുന്നത്. അപ്പോൾ അപാനവായു ഇല്ലെങ്കിൽ ആ വേസ്റ്റ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷാലോ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? സമാനവായുമായിട്ട് പ്രാണവായു കൂടിച്ചേരില്ല, അപാനവായു ഉണ്ടാകില്ല. പ്രാണവായു ഹാർട്ട് വരെ മാത്രമേ എത്തുള്ളൂ ഷാലോ ബ്രീത്തിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഊർജം പിന്നെ മുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ എനർജി ഡൗൺ ആകും. നമ്മുടെ ഹൈ ഫ്രീക്വൻസി ലെവലിലൊന്നും ആവില്ല, ലോവർ ഫ്രീക്വൻസി ലെവലിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ഈ ലോവർ ഫ്രീക്വൻസി ലെവലിൽ എന്ന് പറയുന്നതാണ് ഈ പേടി, ടെൻഷൻ, മടി, അങ്ങനെയൊക്കെയുള്ള അലസത, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോവർ ഫ്രീക്വൻസി ലെവലിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ പല പ്രാവശ്യവും നമ്മൾ നല്ല ദീർഘശ്വാസം എടുത്ത് വിടുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല കാം ആൻഡ് ക്വയറ്റ് ആവും. ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പിന്നെ പോകില്ല. അതുകൊണ്ട് എല്ലാവരും 2 മണിക്കൂറൊക്കെ ഇടവിടുമ്പോൾ കുറച്ച് പ്രാവശ്യം ഇരുന്നിട്ട് ദീർഘശ്വാസം എടുത്ത് വിടുക. വയറ് നല്ലപോലെ വീർത്ത് വരുന്ന പോലെ ഇൻഹേൽ ചെയ്ത് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല എനർജി വരികയും നല്ല ആരോഗ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യും.